സുഹൃത്തുക്കളെ, എൻ്റെ തെരുവുകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. പുതിയ മന്ത്രിസഭ പ്രവർത്തനം തുടങ്ങി. ഗവർണർ നയപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. ഈ മന്ത്രിസഭയുടെ പ്രവർത്തനം ശരിക്കും വീക്ഷിക്കപ്പെടേണ്ടത് രണ്ട് തുറകളിലാണ്: വിദ്യാഭ്യാസത്തിലും പിന്നെ ആരോഗ്യമേഖലയിൽ. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്രയ്ക്കൊക്കെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് എൻ്റെ ഒരു അനുമാനം. ഇപ്പോൾ കേരളത്തിനെ മുഴുക്ക ഒരു തുറമുഖമാക്കുമെന്ന് പറയുന്നു. അതുപോലെ സ്റ്റാർട്ടപ്പുകൾ, വ്യവസായ മേഖല, ഇതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും കാര്യമായിട്ട് പുഷ്ടിപ്പെടുത്തുവാനായിട്ടുള്ള കരുക്കൾ സർക്കാരിൻ്റെ വശമുണ്ട്. അതിലൊരു സിൽവർ ലൈനിങ് ആയിട്ട് കാണുന്നത് ആക്ച്വലി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലുള്ള എന്താ പറയുക, അതിൻ്റെ ഒരു എഫിഷ്യൻസിയുടെ ചെറിയൊരു സൂചന. മന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ടെക്കിയാണ്. പ്രൈവറ്റ് സെക്ടറിലെ വളരെയധികം പ്രവൃത്തി പരിചയമുള്ള ഒരാൾ. അപ്പോൾ തുടക്ക സൂചനകളൊക്കെ നല്ലതാണ്. പക്ഷേ ഈ ഒരു ക്ലീഷേ പോലെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും വിദേശത്ത് പഠിക്കാൻ പോകുന്നതൊക്കെ കുറയ്ക്കും, നിർത്തും. ഇതൊന്നും പ്രാവർത്തികമല്ല. ആക്ച്വലി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തം നാട് വിട്ടു പോകുന്ന പ്രവണത ഭൂലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ലെങ്കിൽ ആ സ്റ്റുഡന്റ് തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങിക്കുള്ളൂ. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂൾ കരിക്കുലം മാത്രമല്ലല്ലോ. ആ ഒരു യുവ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും അത്തരത്തിലുള്ള ഒരു ഇടപഴകൽ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നേട്ടങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പിന്നെ പോയിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലും. വിദേശത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലം എഞ്ചിനീയറിംഗ് ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സയൻസ് ശാഖകളാകട്ടെ, പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് വേറൊരു സംസ്കാരവുമായിട്ട് ഇടപഴകുവാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിൽ വ്യക്തമായ ചില ദിശാബോധങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഈ പ്രവണത എല്ലായിടത്തും ഉണ്ട്. അമേരിക്കയിൽ തന്നെ ഒരു പ്രസ്റ്റീജിയസ് കാണുന്നത് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലൊക്കെ പോയി പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രാൻസിലെ സോർബോൺ യൂണിവേഴ്സിറ്റി ലോകപ്രസിദ്ധമാണ്. അവിടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഇത്രയധികം യൂണിവേഴ്സിറ്റീസ് ഉള്ള ഒരു നാട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയെക്കാളും കൂടുതൽ യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ എന്തുകൊണ്ടോ വളരെ മിനിമൽ വിദേശ വിദ്യാർത്ഥികൾ മാത്രമേ ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുന്നുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അതിന്റെ പ്രവേശന കടമ്പകളാണ്. അൺഫോർച്ചുനേറ്റ്ലി ഭരണഘടന ഉണ്ടാക്കിയ ഒരു വളരെ ക്ലിയറായിട്ട് എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റായിട്ട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് അടിയന്തരാവസ്ഥ കാലത്ത് അതിനെ കൺകറന്റ് ലിസ്റ്റിലാക്കി കേന്ദ്രം കയറി ഇടപെടുക, കേന്ദ്ര കൌൺസിലുകൾ ഉണ്ടാക്കുക, UGC എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷന് ഡയറക്ഷൻസ് കൊടുക്കുക. അതിൽ പോസിറ്റീവ് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. അവരുടെ പ്രധാന കാര്യം സാറന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എത്ര വേണം നിശ്ചയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിദേശത്ത് നിന്ന് എസ്പെഷ്യലി ഞാൻ ഉദാഹരണം ആഫ്രിക്കയിൽ ഖാനയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഇവിടെ അഗ്രികൾച്ചറൽ സയൻസ് പഠിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഡിഗ്രി UGC അപ്രൂവ്ഡ് ആണോ, ഇതൊന്നും തന്നെ ഖാനയിൽ പ്രശ്നമാകില്ല. അവിടെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു ബിരുദം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് തീർച്ചയായും നല്ല ജോലി കിട്ടും. ഇത് തന്നെയാണ് ഭൂലോകത്തെ മിക്കയിടത്തുമുള്ള കാര്യങ്ങൾ. ഇതിന് നമ്മുടെ നാട്ടിലാണ് ഇത് UGC അല്ലെന്നുണ്ടെങ്കിൽ വ്യവസ്ഥാപിത അക്രഡിറ്റേഷൻ ഇല്ലാതെ സർവകലാശാലയിൽ നിന്നും ഡിഗ്രി എടുത്തില്ലെങ്കിൽ
സർക്കാർ ജോലികൾ കിട്ടില്ല. പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇത് കുറെ കാലമായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ജോലി അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് എ ഡിഗ്രി ഫ്രം എ വെരി എന്താ പറയുക അൺനോൺ യൂണിവേഴ്സിറ്റി അവർക്ക് പ്രവർത്തിക്കുവാനും ജോലി കിട്ടാനും നല്ല ശമ്പളം കിട്ടാനും ഒക്കെ സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ടൂറിസം മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. ആഗോളതലത്തിൽ അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും കേരളം എന്ന ടൂറിസ്റ്റ് സ്ഥലം ലോക മാപ്പിൽ അടയാളപ്പെടുകയും അങ്ങനെ ആ പ്രവണത ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ ഇതേ തരത്തില് വിദ്യാഭ്യാസ മേഖലയും അന്തർദേശീയമായിട്ട് പബ്ലിസൈസ് ചെയ്തിട്ട് ഇവിടെ വിദേശ വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന പ്രശ്നം ഹോസ്റ്റൽ സൗകര്യങ്ങളാണ്. അപ്പൊ അതിനുവേണ്ടി ഹോം സ്റ്റേകൾ എന്തെല്ലാം സൗകര്യങ്ങൾ സർക്കാർ കാശൊന്നും മുടക്കണ്ട, ഒരു ഫെസിലിറ്റേറ്ററായിട്ട് നിന്നാൽ മതിയാവും. അതുപോലെ തന്നെ 2, 3, 4 കൊല്ലങ്ങൾ കൊണ്ട് ഒരു ബിരുദം സമ്പാദിക്കുന്ന രീതിയിലുള്ള സംവിധാനം ലോക്കൽ യൂണിവേഴ്സിറ്റീസിന് ഔട്ട്സൈഡ് ദ UGC കൺട്രോൾ ഉണ്ടാക്കിയാൽ വലിയ അത്ഭുതങ്ങൾ തന്നെ ഉണ്ടാവും. അവരുടെ ഈ പറയുന്ന കോളേജുകൾക്ക് വിദേശ വിദ്യാർത്ഥികൾക്ക് ചുമത്തുന്ന ഫീസിൽ അങ്ങനെ വലിയ കൺട്രോളൊന്നും വയ്ക്കേണ്ട കാര്യമില്ല. അമേരിക്കയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ സിറ്റിസൺ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവർക്ക് വേറൊരു തരത്തിലുള്ള ഫീസും അവിടെ സ്വദേശവാസികൾക്ക് കുറഞ്ഞ ഫീസും ഒക്കെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഫീസ് ചാർജ് ചെയ്യാനായിട്ട് ഈ സർവകലാശാല അനുവദിക്കുക. അതുപോലെ തന്നെ അഡ്മിഷന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകുകയും ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ളത് ഒരു ചിന്ത ഈ പറയുന്ന പുതിയ മന്ത്രിസഭയിലെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഹയർ എഡ്യൂക്കേഷൻ ഈ ഇവിടുന്ന് വിദ്യാർത്ഥികൾ വെളിയിൽ പോകുന്നത് തടയാനായിട്ടുള്ള ശ്രമങ്ങളിൽ വൃഥ കൈകടത്താതെ വെളിയിൽ നിന്നും ആയിരക്കണക്കിന് ഈവൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കാനായിട്ടുള്ള സംവിധാനം ഇൻ സ്പൈറ്റ് ഓഫ് ദി റെഗുലേറ്ററി മെക്കാനിസംസ് അൺനെസസറി ഇമ്പോസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ്, ആ തരത്തിലുള്ളൊരു സംവിധാനം ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിദേശ വിദ്യാർത്ഥികൾ ധാരാളം എത്തുമ്പോൾ ഓരോരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ വന്ന് 2-3 കൊല്ലം പഠിച്ചിട്ട് പോകുന്ന വിദേശ വിദ്യാർത്ഥികളെല്ലാം തന്നെ അവരുടെ ജീവിതകാലം മുഴുക്കെ ഭാരതത്തിന്റെ അംബാസഡർമാരായിട്ട് കഴിയും. അത് തന്നെയാണിപ്പോൾ അമേരിക്കയിൽ പോയി പഠിച്ചു വരുന്ന ഇന്ത്യക്കാരുടെ കാര്യം അതല്ലേ. ഒരിക്കലും നാട്ടിന്റെ വിദേശ പോളിസീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈന്റ് വരുന്നുണ്ടെങ്കിൽ ആ നാടിനെ ടോട്ടലി തള്ളി പറയാനോ അവിടുത്തെ നല്ല കാര്യങ്ങളെ മോശമാക്കി ചിത്രീകരിക്കാനൊന്നും തുടരില്ല. അപ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റി അത് 1-2 കൊല്ലത്തേക്കല്ല, വേറെ ജനറേഷൻ വിദേശ വിദ്യാർത്ഥികളെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ആ യജ്ഞത്തിലേക്ക് ഒരു ഫോക്കസ് ചെയ്തിട്ട് ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷൻ സംവിധാനം നീങ്ങട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.